എനിക്ക് 16 കാറുണ്ട്, 4 ഫ്ലാറ്റ് ബാംഗ്ലൂർ, പിന്നെ എൻ്റെ മകൾക്ക് ഏകദേശം 5 കോടി ഡെപ്പോസിറ്റ് ഉണ്ട്. ഞാൻ കൊടുത്തില്ല. എൻ്റെ ഒറ്റ മോളാണ്. നിനക്കോ? നിനക്ക് എന്താ ഉള്ളത്? അപ്പോൾ ഈ ദരിദ്രം പറഞ്ഞു, എൻ്റെ ആകെ സമ്പത്ത് എനിക്കൊരു മകനാണ്, മിടുക്കനായൊരു മകനാണ്. അപ്പോൾ മിഞ്ഞാന്ന് എന്നോടൊരു കാര്യം തുറന്നു പറഞ്ഞു, നിങ്ങളെ മോളുമായിട്ട് ഓൻ പ്രണയത്തിലാണ്. സംഭവം ക്ലിയറായി. നീ ആ ഉണ്ടാക്കിയതിൽ ഇങ്ങോട്ട് വരാനുള്ളതാ. അപ്പോൾ ഈ ദാരിദ്ര്യം എന്നുള്ളതല്ല, സൗഹൃദത്തിന് പല പദങ്ങളുണ്ട്. നമ്മൾ ആധുനിക സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സൗഹൃദം. ഈ സൗഹൃദം എന്ന് പറയുന്ന സാധനം ഇപ്പം നമ്മളിവിടെ കണ്ടു. ഇതാണ് നമുക്ക് വേണ്ടത്. ഈ സൗഹൃദം എങ്ങനെ ഇപ്പം നമ്മൾ കണ്ട്? അമ്മയുടെ അടുത്ത് ഒരു മണിനാഥം മുഴങ്ങി ദീപാരാധന തുടങ്ങി. അപ്പം നമ്മളെ കൈ ശ്രദ്ധിച്ചന, ആ കൈ അറിയാതെ പൊങ്ങി എടുത്തേക്ക് ഹൃദയത്തിലേക്ക് വന്നേ. ഏത് കയ്യാ പൊങ്ങിയ? എടുത്തേതാ? വലിക്കതാണ്. സൗഹൃദം എങ്ങനെ വന്നറിയാം? ആടെ ഒരു എനർജിയാണ്. ആ എനർജിയിൽ ഒരു സാധനം അങ്ങോട്ട് പൊങ്ങുമ്പോൾ നമ്മൾ സൗഹൃദത്തിലേക്ക്, ഈ കമ്മ്യൂണിക്കേഷനെയാണ് സൗഹൃദം എന്ന് പറയാം. അത് എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വിഷയം അതിലേക്കൂടി ഒന്ന് കൊണ്ടുപോയാൽ മണ്ഡലകാലത്ത് നമ്മൾ ഏതിനോടാ സൗഹൃദം കൊടുക്കേണ്ടതെന്നും കൂടി പറഞ്ഞ് നമുക്ക് ഒന്ന് നോക്കാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇരുന്നിടത്ത് അതേപോലെ ഇരിക്കുക, ആവർത്തനമായിരിക്കാം. ഇരുന്നിടത്ത് 3 കാര്യങ്ങൾ ഇരുന്നിട്ട് മനസ്സ് കൊടുക്കണം. 3 കാര്യങ്ങൾ എല്ലാ സമൂഹത്തിലും മൊത്തം പറഞ്ഞു കൊടുക്കണം. 1, എന്നെക്കുറിച്ച് ചിന്തിക്കുക. അതാളാണ് ഇതുവരെ ചിന്തിച്ചിട്ടില്ലേ? മെഴുകുതിരി പോലെ ജീവിക്കുകയായിരുന്നു ഇത്രയും കാലം. കത്തി 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 അമർന്നു. പലർക്കും വെളിച്ചം കിട്ടിയിട്ടുണ്ട്, പക്ഷെ എനക്കോ ഉരുകി തീർന്നു. അമ്മമാരെ കാര്യമാണ് കേരളത്തിൽ ഭയങ്കര. മുമ്പിലിരിക്കും മക്കളെ, മുമ്പിൽ ആ മക്കൾ ഇങ്ങ് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങ് വാ, മുമ്പിൽ വാ, ഇടിയിരിക്കും, ഇങ്ങ് വാ, വന്നോ, ഇങ്ങ് വാ, മുട്ടായി തരും, ഇങ്ങ് വാ, വേണ്ട മുട്ടായി. എന്താ വെച്ചാൽ മുട്ടായി ഇവിടെ ബൗൽഗത്തിൻ്റെ പുതിയ ലഹരീൻ്റെ ചെയ്യിക്കാൻ കിട്ടും. നിൻ്റെ എന്ത് മുട്ടായി ഒന്നുമില്ല. ഇപ്പോൾ ഒയലിച്ചാന്ന് പറഞ്ഞിട്ട് കൊണ്ടൊരു സാധനം ഉണ്ടായി. ആ ഒയലിച്ച വായിലിട്ട സൗഹൃദമാണ്. എന്താണെന്നറിയോ? ചാവിച്ച് ചാവിച്ച് കിട്ടി. എൻ്റെ 4ാമത്തെ സ്കൂളിൽ ഒരു ചെക്കൻ കൊണ്ടൊരു കണക്കിൻ്റെ മാർക്ക് കൊടുത്തിന്. മാഷ് അത് ചാവിച്ച് പിന്നെ കണക്ക് ക്ലാസ് ഉണ്ടായിട്ടില്ല, ഒന്നുമില്ല. ഒയലിച്ചാന്ന് അതിൻ്റെ പേര്. ഒയലിച്ച ജീവിതത്തിലെ ഒയലിച്ച മനസ്സിലാക്കാൻ മിഠായി ഉണ്ടായിരുന്നു പണ്ട്. സൗഹൃദമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് വിഷയത്തിലും സൗഹൃദം ഉണ്ടാവും. പക്ഷെ ആ സൗഹൃദം നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? സിമ്പിളായ വിഷയത്തെ പറ്റി ആലോചിച്ച് നോക്കിയപ്പോൾ മനസ്സിലാവും. ഇരുന്നെടുത്തുനിന്ന് എന്താ ആലോചിക്കേണ്ടതെന്നറിയോ? എന്നെ അതാതാളെ ഓർക്ക്. ആ അതാതാളെ ഓർക്കുമ്പോൾ അതാതാളെ വീട്ടിലെ പൂജാമുറി ഓർത്താൽ ഉത്തമമായി. 2, എൻ്റെ തറവാട്ടിൻ്റെ കേന്ദ്രം, തറവാട്ട് ദേവതയെ ഓർത്തോ. വളരെ സൂക്ഷിച്ചോ. ഇന്നലത്തെ പ്രഭാഷണത്തിൽ ഞാൻ ചാലാട് പറഞ്ഞപ്പോൾ അവരിങ്ങനെയാണ് നോക്കി, തറവാടോ, ഏത് ക്ഷേത്രം, തറവാട്ടിൽ എന്ത് ക്ഷേത്ര സ്ഥാനമുണ്ട്? അപ്പോൾ ഒരു അമ്മയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് തറവാടില്ല? ഉണ്ട്. അവിടെ സ്ഥാനമില്ലേ? ഉണ്ട്. ഏടിയാ? കൂത്തുപറമ്പിൽ. ഇപ്പോൾ ഉണ്ടാത് എല്ലാം JC വെച്ചാൽ വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ കോംപ്ലക്സാണ്, ഷോപ്പിംഗ് കോംപ്ലക്സാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പം എന്താ അവസ്ഥ? ഇപ്പോൾ വിളിച്ച് എന്താ കാരണം? കണ്ടു നിൻ്റെ കുറ്റിനാശം വ്യക്തി കളിയെന്നാണ് പറഞ്ഞു. അപ്പോൾ ഉടനെ അത് പൊളിച്ചിട്ട് ഇപ്പം പുനരുദ്ധാരണമായി. പോകുമ്പോൾ അമ്മ ചെയ്തതെന്താ അറിയാം? എന്നെ ക്ഷണിച്ചിട്ട് പറഞ്ഞു ഫെബ്രുവരിയിലാണ് അതിൻ്റെ പ്രതിഷ്ഠ, അപ്പോൾ വക്കീലാടി ഒരു പ്രഭാഷണം നടത്തുന്നു. അവർ വേണ്ട, ആദ്യത്തെ പ്രഭാഷണം ഏതെങ്കിലും ഒരു പ്രഭാഷകനെ കൂടി നടത്തും, എന്നിട്ട് അതിൻ്റെ ദുരിതമല്ല അയാൾക്ക് കിട്ടിയിട്ട് 2ാമത്തെ ഞാൻ തരാം. ഇത് ഏജാതിയായിരിക്കും ഇല്ലേ? ജോലിച്ചർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നതറിയോ? ജ്യോതിഷം, ആയുർവേദം, കൈരേഖ, ലക്ഷണശാസ്ത്രം, ഇതെല്ലാം ഭാരതത്തിൻ്റെ ധർമ്മ സംഭാവനയാണ്. ഇതെല്ലാം തമ്മിൽ സൗഹൃദമാണ്, നമ്മളുമായിട്ട് സൗഹൃദം. അപ്പം നമ്മൾ തറവാട്ടിലൊരു ദേവത വേണം, ഇല്ല എങ്കിൽ പരതി പോയിക്കൊള്ളണം. തറവാട്ടിലെ ദേവതേനെ ഓർക്ക്. അടുത്തത് ഗ്രാമദേവത. ഈ ഗ്രാമത്തിൻ്റെ ദേവത ഈ ചാമുണ്ടയാണ്. ചാമുണ്ട ശ്രദ്ധിക്കണം. ഈ സപ്തമാതൃക്കളിലെ ചാമുണ്ട എന്ന് പറയുന്നത് മേലോട്ടുള്ള കയറ്റാണ്, ഹോട്ടാണ്. ശ്രദ്ധിക്കണേ. സോമേശ്വരി എന്ന് പറയുന്നത് താഴോട്ടാണ്. മേലോട്ടുള്ള ശ്വാസമാണ് ചാമുണ്ട, താഴോട്ടുള്ളത് ദേവിയ പാർവതി. സോമേശ്വരിയാണ് മുട്ടമാരി. നല്ല. അപ്പോൾ ഈ അമ്മക്ക് 2 ഭാവം ഉണ്ടാവും, നല്ലതാണ്. അപ്പോൾ നമ്മൾ കണ്ടുവിടാ അത്രയധികം തെയ്യക്കോലങ്ങൾ കുറഞ്ഞാടി വന്ന് 1000 നന്ദി
വർമാജിക്കൊക്കെ ഞാൻ അർപ്പിക്കാം. ഈ മലബാർ കാണാത്ത രീതിയിൽ എത്ര ദൂരെ നിന്ന് ആളുകൾ വന്നതും കണ്ടതും വിളിച്ചതും പറഞ്ഞതും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. ഒരു സൗഹൃദം ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. അത്രയും ദേവതകളുടെ സാന്നിധ്യം നമ്മൾ കണ്ട് നമ്മളത് ആക്സെപ്റ്റ് ചെയ്തു. ശ്രദ്ധിക്കണം, സൗഹൃദമാണ്. അത് കഴിഞ്ഞിട്ട് കിട്ടിയത് എന്താ? ഹാപ്പിനെസ്സാണ്, സുഖമാണ് കിട്ടിയത്. അതാണ് ഇവിടെ ഇപ്പോൾ എനർജി കൂടി. അപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കത് അത് ഫീല് ചെയ്താൽ സൗഹൃദമായി. 2, അപ്പോൾ തന്നെ ഓർക്കുക, തൻ്റെ തറവാട് ദേവതയെ ഓർക്കുക, ഗ്രാമദേവതയെ ഓർക്കുക. ഇത് 2, 3 തമ്മിൽ ലിങ്ക് ഉണ്ട്, ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. അതാതാളെ ഓർക്കണേ. ഞാൻ പല സ്ഥലത്തും പറഞ്ഞു അതാതാളെ ഓർക്കണം. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ഇരുന്നിടത്ത് അതേപോലെ ഇരുന്നിട്ട് ഒരു സൈക്കോളജിക്കൽ മനഃശാസ്ത്രപരമായ ഒരു അവലോകനം നടത്തി നോക്കിയാൽ ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 ആളെ ഓർത്തേ മനസ്സിൽ. 2 ആളാണ് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള 2 ആളാണ്. ഓർത്തല്ലോ? ഓർത്തു. അതിൽ അതാതാളെ ഓർത്ത് ആരും കൊണ്ട് കൈവക്കാം. എന്താ വേണ്ടത്? ഓർത്തില്ല. അതാതാളെ ഏറ്റവും ഇഷ്ടമുള്ള എന്നെയാണെന്ന് ആരെങ്കിലും ചിന്തിച്ചോ? ചിന്തിച്ചില്ല. നമ്മൾ അന്താരാഷ്ട്ര കാര്യം ചിന്തിക്കും, വലിയ കാര്യം. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നോടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നോടായിരിക്കണം. ഞാൻ വീണ്ടും പറയാം, കോഴിക്കോട് വമ്പൻ സംഗമത്തിൽ അമ്മമാരെ സംഗമം, ഞാൻ അവിടെ പറഞ്ഞു ഇതേ കാര്യം പറഞ്ഞു. ഏറ്റവും ഇഷ്ടമുള്ള 2 ആളെ ഓർക്കാൻ പറഞ്ഞു. ഓർത്തു പോകും. അതാതാളെ ഓർത്ത് കൈവക്കുന്നത് ആരുമില്ല. അവസാനം ഒരു ചേച്ചിയോട് ഞാൻ ചോദിച്ചത്, ഞാൻ അറിയാനാണ് നിങ്ങൾ ആരെയല്ല ഓർത്തെന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ ഓർത്തത് 1 മമ്മൂട്ടി, 2 ഷാറൂഖ് ഖാൻ. തെറ്റില്ല. അവരെ കുറ്റം പറയാൻ പറ്റുമോ? അവകാശമില്ലേ? അവരെ ആലോചിക്കാൻ അവകാശമില്ല. ഉണ്ട്. പക്ഷേ നിന്നെ ഓർത്തോ എന്നാ ചോദ്യം. എറണാകുളത്ത് ആഡംബര ജീവിതം നയിക്കുന്ന നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന മഹാനടനായ മമ്മൂട്ടി അവരോർത്തു. തെറ്റില്ല. ബോംബെയിൽ ഇതുവരെ കാണാത്ത അങ്ങേയറ്റത്ത് അടിച്ചു തകർത്ത് അഭിനയിക്കുന്ന ഷാറൂഖ് ഖാനുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു മക്കളെ ഓർത്തോ? ഇല്ല. ഭർത്താവിനോ? എൻ്റെ അമ്മയോ? പറയല്ല, ഓർപ്പിച്ചേയില്ല. അറ്റാക്കായിട്ടോ? ഓർക്കട്ടെ. ഓർക്കുക വല്ലപ്പോഴും ഓർക്കണം. നമുക്ക് ആവശ്യമുള്ള അതിപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ച് അല്പം ഓർമ്മിക്കണം. എപ്പോൾ? ദൈനംദിനം ഓർക്കണം. നേരെ പിടിച്ച വിഷയത്തിലേക്ക് ഗേറ്റ് എന്ന് തുറക്കുന്നതിന് മുമ്പേ നമ്മൾ 3 കാര്യം ഓർക്കുക. അതാതാളെ. ഇനി മുതൽ കുഞ്ഞുണ്ണി മാഷ് തൃശ്ശൂർ ബസ് കയറിയിട്ട് കൂടെയുള്ള ആളെയും കൂട്ടിയിട്ട് 2 ടൗൺ സ്ക്വയർ ടിക്കറ്റ് മുറിച്ചതാണ്. 10 രൂപ. കണ്ടക്ടർ ചോദിച്ചു, പ്രധാനമായൊരു വാക്കുകളാണ് കുഞ്ഞുണ്ണി മാഷത്. കണ്ടക്ടർ ചോദിച്ചു 1.5. 2 ടൗൺ സ്ക്വയർ. അപ്പോൾ കുഞ്ഞുണ്ണി മാഷോട് ചോദിച്ചു 1.5. 1 ആന. 2 എന്നെ പറ്റിച്ചിട്ട് ടിക്കറ്റ് എടുക്കാണ്ട് എന്നെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ച ഇവൻ 2. ഇപ്പം നമ്മൾ കണ്ണൂരേക്ക് 2 ടൗൺ എടുത്താട്ടെ, 2 ടൗൺ എന്ന് പറയും. കണ്ടക്ടർ ചോദിക്കും 1.5. 1 ഇവൻ. 2 കൊടുത്ത ഞാൻ. കുഞ്ഞുണ്ണി മാഷ് എന്ന് പറഞ്ഞു, 1ാമനാവണം ബസ്സിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ പോലും. അപ്പം നമ്മൾ 1ാമനാവാനാണ് ശ്രമിക്കേണ്ടത്. 3ഓ 4ഓ ആയിക്കോട്ടെ, ശ്രമം 1ാമനാവാനാ. ഈ 1ാമനാവുക എന്ന് പറയുന്നത് മത്സര ബുദ്ധിയിൽ ഫസ്റ്റ് കിട്ടലല്ല, ഹാപ്പിനെസ്സിൽ ഫസ്റ്റാണ്, സാറ്റിസ്ഫാക്ഷനിൽ ഫസ്റ്റാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോമ്പറ്റീഷൻ അല്ല, അതിൽ പങ്കെടുക്കലാണ്. ഇപ്പം ഞാൻ കണ്ടു കുറേ കേരള കലോത്സവവും ഇതിൻ്റെ പരിപാടിയെല്ലാം ഉണ്ടല്ലോ. ഈ ജില്ലാതലത്ത് നിന്ന് തോറ്റാൽ ഓരോ അച്ഛനും അമ്മയും ബലാണ്ട് ഒരു പെണ്ണുങ്ങൾ മുടിയെല്ലാം അയച്ചിട്ടിട്ട് വന്നു. ഞാൻ ചെന്ന കോടതിൻ്റെ ഓർഡർ കിട്ടിയിട്ട് അവിടെ പങ്കെടുക്കുന്നവരെയും മുടിയാൻ കിട്ടൂല. അപ്പോൾ നിങ്ങളെ പേരെന്നാ? ആഞ്ചാലിന്നോ ഗാന്ധാരിന്നോ അറിയാൻ വേണ്ടിയിട്ടാണ്. മക്കൾക്കൊരു ടെൻഷനും ഇല്ല. മക്കൾ പറഞ്ഞു സാറേ കെറ്റിട്ട് ലാസ്റ്റ് പോയിട്ട് കിട്ടിയം കായി. അമ്മ പറയുന്നത് കിട്ടിയം കായിന്നോ? എന്താ അവസ്ഥ? കാരണം എന്താ പറയുക, ഈ കുട്ടികളെ കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിച്ച് 1 കിട്ടൽ സാറ്റിസ്ഫാക്ഷനിലല്ല. അവരൊന്നാമതായിട്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. ഓനൊരു പ്രശ്നമുണ്ടാവും. പ്രശ്നമായിരിക്കാം പാരൻസിനാണ്. അപ്പോൾ പാരൻസ് എങ്ങനെ ജീവിക്കുന്നറിയോ? മെഴുകുതിരി പോലെ ഉരുകി ലാസ്റ്റിൽ വെളിച്ചം കിട്ടിയവർ മദ്രാസിലും ബോംബെയിലേക്കെല്ലാം പോവും. ഈ മെഴുകുതിരി ഉണ്ടാവില്ല. 2 ചോയ്സേ ഉള്ളൂ ജീവിതത്തിൽ. ഒന്നുകിൽ യു ക്യാൻ ബി എ കാൻഡിൽ, ഒന്നുകിൽ മെഴുകുതിരി പോലെ ജീവിക്കാം, അല്ലെങ്കിൽ വിളക്ക് പോലെ നിൽക്കാം. വിളക്കാകുമ്പോഴുള്ള ഗുണം കത്തി എല്ലാവർക്കും വെളിച്ചം കിട്ടും, വിളക്കാടി ഉണ്ടാവും. മെഴുകുതിരി ആകുമ്പോൾ കത്തി തീരും, മെഴുകുതിരി കാണൂല. ഇതിലേത് വേണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്താൽ മതി, തീരുമാനിച്ചാൽ മതി. എന്നാൽ നമുക്ക് സൗഹൃദം ഉണ്ടാവും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇരുന്നിടത്ത് സമാധാനത്തിൽ ഇരുന്ന് വ്യക്തിപരമായി ചിന്തിക്കുക. തൻ്റെ പൂജാ